എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10th പ്രിലിംസിലെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്? ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ആ പോയിന്റ് പഠിച്ചോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? അത് ആറ്റിങ്ങൽ കലാപമാണ്. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അടയിരുന്ന് പഠിച്ചേ. 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് ഇത് നടന്നത്, ആറ്റിങ്ങൽ കലാപം നടന്നത്. ആ പോയിന്റ് ഓക്കെയാണ്. 1721 ഏപ്രിൽ 15-ന് ഇത് നടക്കുന്നു, ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. 2 പോയിന്റ് സെറ്റാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് ഇത് നടക്കുന്നത്, ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അടുത്ത പോയിന്റ്, ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിഫോർഡാണ്. ആരാണ്? ഗിഫോർഡ്. ഇങ്ങനെ പഠിച്ചേ. അതായത് ഗിഫോർഡും 140ഓളം വരുന്ന വ്യാപാരികളും നേരെ നമ്മുടെ ആറ്റിങ്ങൽ റാണിയെ കാണാനായി പോവുകയാണ്. വെറും കൈയോടെ പോകുന്നില്ല, ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് ആരെ കാണാൻ പോകുന്നു? ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോകുന്നു. റാണിയെ സന്തോഷിപ്പിച്ച് ഒരുപാട് സൗജന്യങ്ങൾ നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇതിനെതിരായിരുന്നു ആര്? അവിടുത്തെ പ്രദേശവാസികൾ. ഈ പ്രദേശവാസികൾ ഇത്തരത്തിൽ സമ്മാനവുമായി പോയ ഗിഫോർഡിനെയും കൂട്ടരെയും ആക്രമിക്കുന്നു. ആക്രമണത്തിൽ ഗിഫോർഡ് ഉൾപ്പെടെയുള്ള വ്യാപാരികൾ കൊല്ലപ്പെടുന്നു. ക്ലിയർ ആണോ? അപ്പം അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്താ? ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? അതാരാണ്? ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ്. ദെൻ ഈ ഗിഫോർഡിനെ വധിച്ച ശേഷം നമ്മുടെ കലാപകാരികൾ നേരെ എവിടെ പോയെന്നറിയാവോ? 5 തെങ്ങ് കോട്ടയിലേക്ക് പോയി. നമ്മൾ കണ്ട് 1695 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് ഇത്, 5 തെങ്ങ് കോട്ട. അപ്പോൾ നമ്മുടെ കലാപകാരികൾ നേരെ എവിടെ പോകുന്നു? 5 തെങ്ങ് കോട്ടയിൽ പോകുന്നു. ദെൻ ഈ 5 തെങ്ങ് കോട്ട ഉപരോധിക്കുന്നു. ഈ ഉപരോധം ഏകദേശം 6 മാസത്തോളം നീണ്ടു നിന്നു. ക്ലിയർ? ഇനി ഈ ആറ്റിങ്ങൽ കലാപത്തിനൊരു നേതാവ് ഉണ്ടായിരുന്നോ? ആറ്റിങ്ങൽ കലാപത്തിനൊരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു നേതാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നായകനില്ലാത്ത പ്രക്ഷോഭം അല്ലെങ്കിൽ നായകനില്ലാത്ത സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപമാണ് എന്ന് ഓർത്തു വെച്ചോണം. ഡൗട്ട് വരരുത്. ആ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം ആ സമയത്ത് യഥാർത്ഥത്തിൽ ഭരണം കൈയാളിയിരുന്നത് ഈ പിള്ളമാരും മാടമ്പിമാരും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളവിടെ എന്ത് പഠിച്ചാൽ മതി? ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആര്? അതാരാ? ആദിത്യവർമ്മയാണ്. അപ്പം ഇതിനൊരു പ്രത്യേക നേതാവ് ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് എന്തറിയപ്പെടും? നായകനില്ലാത്ത കലാപം. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഗിഫോർഡിനെ വധിച്ച ശേഷം ഇവരെന്ത് ചെയ്യുന്നു? 5 തെങ്ങ് കോട്ട ഉപരോധിക്കുന്നു ഏകദേശം 6 മാസത്തോളം. പിന്നെന്താ സംഭവിച്ചേ? 6 മാസത്തിന് ശേഷം ഈ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു ബ്രിട്ടീഷ് സൈന്യം വരുന്നു. അതൊരു പ്രീവിയസ് ചോദ്യമായിരുന്നു. എവിടെ നിന്നാണ് ബ്രിട്ടീഷ് സൈന്യം വന്നത്? എവിടെ നിന്നാ ബ്രിട്ടീഷ് സൈന്യം വന്നത്? തലശ്ശേരിയിൽ നിന്ന്. എവിടുന്നാ വന്നേ? തലശ്ശേരി. ക്ലിയർ ആയിട്ട് പഠിച്ചോ. അപ്പോൾ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ബ്രിട്ടീഷ് സൈന്യം എവിടെ നിന്ന് വരുന്നു? നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് വരികയാണ്. ക്ലിയർ ആണ്? ഓക്കെയാണ്. ഇനി പഠിക്കേണ്ട പോയിന്റ്, ഈ കലാപം അവസാനിച്ച സമയത്ത് വേണാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. ഉടമ്പടിയുടെ പേരെന്താ? വേണാട് ഉടമ്പടി. ഇനി ആ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച ആ ഒരു തീയതി പഠിച്ചോണം. 1723 ഓഗസ്റ്റ് മാസം 25. ഒന്നുകൂടെ പഠിച്ചേ. 1723 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ഏത് ഉടമ്പടി ഒപ്പുവെക്കുന്നത്? വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഇനി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചു എന്ന് നമ്മൾ ഓർക്കണം. ആരൊക്കെ തമ്മിലാ പറയാമോ? ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓർത്തേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓം. ദെൻ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഇതിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആരൊക്കെ ഒപ്പുവെച്ചേ? അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സെറ്റാണ്. ദെൻ ആരായിരുന്നു അലക്സാണ്ടർ ഓം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച അലക്സാണ്ടർ ഓം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്തെ 5 തെങ്ങ് കോട്ടയുടെ ചീഫായിരുന്നു ആര്? അലക്സാണ്ടർ ഓം. ക്ലിയർ ആയി മനസ്സിലായോ? കലാപസമയത്ത് അതിൻ്റെ ചീഫ് ഗിഫോർഡായിരുന്നു. ഗിഫോർഡ് മരണപ്പെട്ട സമയത്ത് പകരം ആര് വരികയാണ്? നമ്മുടെ അലക്സാണ്ടർ ഓം അവിടേക്ക് വരുന്നു. ആ അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ഉടമ്പടി ഒപ്പുവെച്ചത്.
അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത എന്താ പഠിച്ചേ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന അതിസംഘടിത കലാപം എന്നല്ലേ. ഇനി അത് അവസാനിച്ച വേണാട് ഉടമ്പടിക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത? അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭരണാധികാരിയുമായി ഒപ്പുവെച്ച ആദ്യ കരാറാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വേണാട് ഉടമ്പടി. ഇനി ഒന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചോണം. ഗിഫോർഡിനെ വധിച്ചല്ലോ. ഗിഫോർഡിൻ്റെ ഭാര്യ കാതറിൻ ഗിഫോർഡ്. ഈ കാതറിൻ ഗിഫോർഡിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കലാപകാരികൾ ഗിഫോർഡിനെ വധിച്ചു. ആ സമയത്ത് ഗിഫോർഡ് അഞ്ചുതെങ്ങ് കോട്ടയുടെ ചീഫായിരുന്നല്ലോ. ആണ്. അദ്ദേഹം മരിച്ച ശേഷം ആ കോട്ടയ്ക്ക് കാവൽ നൽകിയത് അല്ലെങ്കിൽ ആ കോട്ട കാത്തതാരെന്ന് ചോദിച്ചാൽ കാതറിൻ ഗിഫോർഡാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വേണമെങ്കിൽ കോട്ട കാത്ത വനിത എന്നൊക്കെ വിളിക്കാവുന്നതാണ്. അഞ്ചുതെങ്ങ് കോട്ട കാത്ത വനിത എന്നൊക്കെ ആരെങ്കിലും വിശേഷിപ്പിക്കണമെങ്കിൽ അത് നമുക്ക് ആരെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? കാതറിൻ ഗിഫോർഡിനെയാണ് വിശേഷിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടത്, ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ.